ഊട്ടിയിലെ സ്വർഗ്ഗലോകം എന്നൊക്കെ പറയുന്നത് പോലെ കഴക്കൂട്ടത്തെ സ്വർഗ്ഗലോകത്തേക്കാണ് ഇന്ന് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. ഈ റെസ്റ്റോറൻറ്റ് തരാൻ ഉദ്ദേശിക്കുന്ന ഒരു വൈബ് ഫീൽ ചെയ്യണമെങ്കിൽ വൈകുന്നേരം ഒരു 6:30-7 മണി ആ സമയത്ത് ഇവിടെ വരണം. നിറയെ മരങ്ങളും ചെടികളും ഫാൻസി ലൈറ്റും ഒക്കെ ആയിട്ടുള്ള നല്ല വൈബ് തരുന്ന ഈ റെസ്റ്റോറൻറ്റ് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഒരു 5 ചെറുപ്പക്കാർ ചേർന്ന് നടത്തുന്നതായിട്ടോ. ഞങ്ങൾ മിക്കപ്പോഴും വരുന്ന റെസ്റ്റോറൻ്റ് ആയത്. പിന്നെ ഇവിടെ സാധാരണ 7 മണിയൊക്കെ ആയാൽ നല്ല തിരക്കാണ്. ഇന്നിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് നേരത്തെ വന്നതുകൊണ്ടാണ് അധികം ആളില്ലാത്തത്. ഒരു ആന്റിക് ആർട്ട് ഗാലറി അറ്റ്മോസ്ഫിയർ തോന്നിക്കുന്ന രീതിയിലുള്ള തൂക്കുവിളക്കുകളും ചുവരിലെ ചിത്രങ്ങളും ഒക്കെയാണ് ഇവിടുത്തെ ഹൈലൈറ്റ്. ഫുഡിന്റെ കാര്യം എടുത്താൽ കുറേ വെറൈറ്റി ഉണ്ട്. ബർഗർ, ഷവർമ, ലോഡഡ് ഫ്രൈസ്, അൽഫാം, ബാർബിക്യൂ, സാൻഡ്വിച്ച്, പിന്നെ മസാല ചായ എല്ലാം ഉണ്ട്. ഇതിൽ നമ്മൾ ട്രൈ ചെയ്യാറുള്ളത് എപ്പോഴും ഹണി പെപ്പർ അൽഫാമും പിന്നെ ബാർബിക്യൂ അൽഫാമും ആണ്. പിന്നെ അതുപോലെ തന്നെ ഇവരുടെ ചീസി ചിക്കൻ ഷവർമ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ വരുമ്പോഴൊക്കെ ട്രൈ ചെയ്യാറുള്ളത്. ഇച്ചൂട്ടി പാവം ഒരു ഡെന്റിസ്റ്റിൻ്റെ അടുത്ത് പോയിട്ട് പല്ലൊക്കെ എടുത്തിട്ട് വന്നിട്ടിരിക്കുക കേട്ടോ. അവൾക്കാണെങ്കിൽ ഒരു പാൽപ്പല്ല് പോകുന്നതിന് മുന്നേ തന്നെ ബാക്കിൽ നിന്ന് വേറെ പല്ല് വരാൻ തുടങ്ങി. അപ്പോൾ പാൽപ്പല്ല് ആടുന്നുണ്ടായിരുന്നു, പക്ഷെ അതങ്ങോട്ട് പോകുന്നില്ല. അപ്പോൾ പിന്നെ നമ്മൾ വെച്ച് താമസിപ്പിക്കാണ്ട് കൊണ്ടുപോയി ഡോക്ടറെ കാണിച്ച്. ഡോക്ടർ പെട്ടെന്ന് തന്നെ കേട്ടോ, ഒരു 2 സെക്കൻഡ്സ് എന്ന് വേണമെങ്കിൽ പറയാം, പെട്ടെന്ന് തന്നെ അതങ്ങ് എടുത്തു. കിച്ചു നല്ല പേടിച്ചിട്ടൊക്കെ ആക്കാം, ഞാൻ വരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കരയാൻ തുടങ്ങുന്ന ഒരു ഇതിലായിരുന്നു. പക്ഷെ നല്ല ഡോക്ടറായിരുന്നു, എനിക്ക് ആ ഡോക്ടറെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അങ്ങനെ പെട്ടെന്ന് തന്നെ കാര്യം നടത്തി. എൻ്റെ പല്ലൊക്കെ കൊച്ചിലെ എനിക്ക് ഓർമ്മയുണ്ട്. എൻ്റെ ചേട്ടൻ, കുട്ടനെന്നാണ് ഞാൻ വിളിക്കുന്നത്, കുട്ടൻ ഇങ്ങനെ പിടിച്ചിരുത്തും. എന്നിട്ട് ഒരു എന്താ പറയുക, ചെറിയൊരു നൂലിങ്ങനെ കറക്കി കെട്ടിയിട്ട് ഒരൊറ്റ വലിയാണ്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊന്നും ഞാൻ ഫേസ് ചെയ്തിട്ടില്ല. കാണാൻ നല്ല വൈബും കാര്യങ്ങളൊക്കെ തന്നെയാണ്, പക്ഷെ കൊതുകിൻ്റെ ശല്യം കുറച്ചുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവിടുത്തെ പയ്യന്മാരോട് പറഞ്ഞപ്പോഴത്തേക്ക് അവന്മാർ അവിടെ നന്നായിട്ട് പുകച്ചു. അതിനുശേഷം ഒരല്പ ശമനം ഉണ്ടായിരുന്നു. ഇതൊരു വീട് റെനോവേറ്റ് ചെയ്തിട്ട് അവരിങ്ങനെ ആക്കി എടുത്തതാണ്. അപ്പം ഞങ്ങൾ നേരത്തെ വരുമ്പോൾ ഇതിനകത്തുള്ള ഇൻഡോർ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ നടക്കുന്നുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ അത് എല്ലാം സെറ്റായിട്ടുണ്ട്. അപ്പം നമ്മൾ കുറച്ചകത്ത് കയറി നോക്കുമ്പോൾ ആളുകളൊക്കെ അകത്തിരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ട്. കുറച്ചുകൂടെ പ്രൈവസിയൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അകത്ത് പോയി, ഇതിന് വേറൊരു വൈബാണല്ലോ, അപ്പം അങ്ങനെ ഇരുന്ന് ഫുഡ് കഴിക്കാം. ഒരു ഡാൻസ് വീഡിയോ എടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു പാട്ടിട്ട് കുറച്ച് ഡാൻസ് ഒക്കെ ചെയ്തു. അങ്ങനെ ഞങ്ങൾ വീഡിയോ ഒക്കെ എടുത്ത് തൽക്കാലം നമ്മുടെ സ്വർഗ്ഗലോകത്തിന് ഗുഡ് ബൈ പറഞ്ഞു. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.